സാധാരണയായി പല കുടുംബങ്ങളിലും കണ്ടുവരുന്നതാണ് അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ അല്ലെ, കുടുംബ കലഹം എന്ന് പറയാം, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകൾ പോരെന്ന് പറയാം. എന്തായിരുന്നാലും ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബോണ്ടിങ് വർദ്ധിപ്പിക്കുക, ഇതിനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. ഇത് വളരെയധികം കെയർ ചെയ്യേണ്ടത് ഇവരുടെ മകൻ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ്, ഇവരാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഇടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആൾ. ഇയാൾക്കാണ് പ്രത്യേകിച്ച് റോളുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാരക്ടറിനനുസരിച്ചിരിക്കും ആ വീട്ടിലെ പ്രശ്നങ്ങൾ അധികരിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും. അപ്പൊ എപ്പോഴും ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ടാണ് ആദ്യം ഇവർ ശ്രമിക്കേണ്ടത്, ഈ മീഡിയേറ്റർ അല്ലെങ്കിൽ ഈ മകൻ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് ശ്രമിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. പലരും പുറത്തു പോയി വരുന്ന സമയങ്ങളിൽ, ഔട്ടിങ്ങിനൊക്കെ പോയി വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പോയി വരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ മറക്കാതെ നമ്മൾ വാങ്ങിച്ചു വരാറുണ്ട് അല്ലേ. പക്ഷെ ഉമ്മമാർ ഒരു പക്ഷെ നമുക്ക് ഇന്നത് വേണം എന്ന് ഒരിക്കലും നമ്മോട് പറയില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു വരാനായിട്ട് ശ്രമിക്കുക. അതെന്തും ആവാം, കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ അല്ലാത്ത വസ്തുക്കൾ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഭംഗിയുള്ള ഇപ്പൊ ചെടികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ചിലപ്പോൾ വല്ല എന്താ പറയുക മാങ്ങ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അവർക്ക് വേണ്ടി കരുതി അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുന്നതോടുകൂടി ഉമ്മയ്ക്ക് ഇഷ്ടമുള്ളതും കൂടി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് കൊടുക്കുമ്പോൾ പറയണം, ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞിരുന്നു ഉമ്മാക്ക് നല്ല ഇഷ്ടമാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ മരുമകളോട് ഉമ്മാക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഭാര്യ ഈ മരുമകൾ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭർത്താവ് അവിടെ പോയി നിൽക്കാറൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന സമയത്തെങ്കിലും പറയണം, ഉമ്മ നിന്നെ ചോദിച്ചിരുന്നു, നിന്നെ കാണാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഉമ്മ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവരുടെ ബോണ്ടിങ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഭർത്താവ് ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞേക്കണം. അതൊരു അത്ര വലിയ മോശപ്പെട്ട സംഗതിയൊന്നുമല്ല. ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടായേക്കാം അവളില്ലാതെ ഇവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാ അവർ പറയുക, പക്ഷെ അവർക്ക് കാണാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അവർ പെട്ടെന്ന് തുറന്ന് പറഞ്ഞേക്കണമെന്നില്ല. അപ്പൊ എന്തായിരുന്നാലും അത് മനസ്സിലാക്കിയിട്ട് പറയാം, ഉമ്മ നിന്നെ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ഉമ്മക്ക് നീ ഇല്ലാതെ ഒരു ജാതിയുണ്ട്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ മരുമകളുടെ മനസ്സിൽ ഉമ്മാക്കൊന്ന് വിളിച്ചേക്കാം, ഇവിടുത്തെ സാഹചര്യം പറയാം, 2 ദിവസം കഴിഞ്ഞ് പോവാം. അപ്പൊ ആ സമയങ്ങളിൽ ഒന്ന് അവരോട് പറയാം, ഭാര്യയോട് പറയാം, ഒന്ന് ഉമ്മാക്കൊന്ന് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേക്ക്, അല്ലെ എന്നൊക്കെ വേണമെങ്കിൽ ഭാര്യയോട് എന്തും പറയാമല്ലോ. പക്ഷെ ഉമ്മയോട് ഒരു പക്ഷെ എല്ലാം തുറന്നു പറയാൻ കഴിയണമെന്നില്ല. കാരണം ഉമ്മാക്ക് ചിലപ്പം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഭാര്യയോട് പറയാം ഉമ്മാക്കൊന്ന് വിളിക്കുന്നൊക്കെ, പക്ഷെ ഉമ്മയോട് പറയാൻ പറ്റില്ല, ഭാര്യയ്ക്ക് വിളിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ ഭാര്യ ഒരു പക്ഷെ ഉമ്മാക്ക് വിളിക്കുന്ന സമയത്ത് ഉമ്മാക്ക് തോന്നും, എന്നെ ഓർത്തല്ലോ, എന്നെ വിളിച്ചില്ലോ, ഞാൻ പറയാതെ തന്നെ വിളിച്ചില്ലോ എന്നായിരിക്കും ഉമ്മ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മയുടെ അടുത്തും ഇങ്ങനെ പറയാം, അവള് വരാൻ പറ്റാത്തോണ്ടാണ്, ഇന്ന സാഹചര്യം കൊണ്ടാണ് അവൾക്ക് ഇവിടെ വരാതെ, ഉമ്മാനെ കാണാതൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഉമ്മാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടെത്ര എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കൊച്ചു കൊച്ചു കള്ളങ്ങളാണെങ്കിലും നമ്മളതൊരു വലിയൊരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, വലിയൊരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതവർ മറന്ന് അവരോട് നല്ല സ്നേഹത്തിൽ പെരുമാറും. അതുപോലെ തന്നെ ഭാര്യയുടെ അടുത്ത് ഉമ്മാന്റെ കുറ്റങ്ങൾ പറയുന്ന, അല്ലെ ഭാര്യ ഉമ്മാന്റെ എന്തെങ്കിലും തെറ്റുകൾ പറയുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഉമ്മ ഭാര്യയുടെ തെറ്റുകൾ പറയുന്ന സമയത്തും അതുപോലെ വല്ലാതെ കേൾക്കുക, എന്നാലും വല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ അത് അവൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ, ഇടയിലുള്ള ഒരാളായിട്ട് വേണം എപ്പോഴും ഭർത്താവ് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എപ്പോഴും ഭാര്യയോട് ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്നൊരിക്കലും പറയാൻ പാടില്ല, നമ്മുടെ ഉമ്മ എന്ന് പറയാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഉമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഷഫ്നാന്നോ നമ്മുടെ ഷബനാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ഒരിക്കലും അതൊരു മറ്റൊരു വീട്ടിലെ കുട്ടിയാണെന്നുള്ള ചിന്ത അവരിൽ നിന്നും പോകും. നമ്മുടെ എന്ന് പറയുന്നതിൽ ഒരുപാട് അന്വർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ്
ഈ ഭാര്യ സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, ഭർത്താവ് നിൽക്കാനൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്തേക്ക് ഉമ്മാക്ക് ഇഷ്ടമുള്ള അവരുടെ വീട്ടിൽ ചിലപ്പോൾ വല്ല ചക്കയോ മാങ്ങയോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും അത് കുറച്ചെങ്കിലും ഭാര്യയോട് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് തിരിച്ച് ഉമ്മാൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇത് അവൾ തന്നു വിട്ടതാണെന്ന് പറഞ്ഞിട്ട് ഉമ്മയെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ അമ്മായിയമ്മ മരുമകൾ പോര് നമുക്കിത് ഒരുപാട് അങ്ങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കിടയിൽ നല്ലൊരു ഇവിടെ പോരും കലഹവും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കിടയിലുള്ള ബോണ്ടിങ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ടിപ്സൊക്കെ ഇടയിൽ ഭർത്താക്കന്മാരെ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഭാര്യ എപ്പോഴും, ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ ഭാര്യയും കൂടെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ കൈ കൊണ്ട് ഉമ്മാക്കി എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ, ഇപ്പോൾ ക്യാഷൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇപ്പോൾ സെപ്പറേറ്റ് താമസിക്കുന്ന ആളുകളുണ്ടാവും. ഉമ്മ ചിലപ്പോൾ തറവാട്ടിലായിരിക്കാം, പക്ഷെ ഉമ്മയെ നേരിട്ട് ഏൽപ്പിക്കുന്നതിന് പകരം ഭാര്യയുടെ കൈ കൊണ്ട് അത് കൊടുക്കുന്ന സമയത്ത് ആ ഭാര്യ വരുന്നതും അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടായേക്കാം. കാശിനോടുള്ള ഇഷ്ടം എന്നല്ല, പക്ഷെ എന്നാലും അത് കൊടുക്കുന്ന സമയത്ത് അവരോടും കൂടി ഒരു ഇഷ്ടം വരാം. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയും ചെയ്യുന്നത് ഒരു ഈഗോ വെക്കാതെ തന്നെ ചെയ്യേണ്ടി വരും. പലർക്കും അത് ഉമ്മയ്ക്ക് നേരിട്ട് കൊടുക്കണം, ഭാര്യയുടെ കൈ കൊടുക്കുന്ന ഒരു ഈഗോ ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവരുടെ ഇടയിലുള്ള ഈ ബോണ്ടിങ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാര്യ വരുന്ന ദിവസം നോക്കിയിരിക്കാനും അവരോടൊരു കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ അതൊരു സഹായകമാണ്. അതുപോലെ തന്നെയാണ് പ്രവാസിയായിട്ടുള്ള ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്ന സമയത്തും ഉമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ തൊട്ടടുത്ത് ഉമ്മ ഉണ്ടായിരിക്കും, പക്ഷെ ഭാര്യയോട് സംസാരിച്ച് കട്ട് ചെയ്യും, ഉമ്മാക്ക് പിന്നെ വിളിക്കാമെന്നായിരിക്കും ചിലപ്പോൾ പറയുക. അല്ലെങ്കിൽ ഉമ്മാക്ക് വിളിച്ച് പിന്നെ അങ്ങനെ അത് ചിലപ്പോൾ അവരുടെ സമയപരിധി മൂലമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും അത് ഉമ്മാക്ക് ചിലപ്പോൾ ചെറിയ നോവായിരിക്കാം, ചെറുതായിരിക്കില്ല, ഒരു പക്ഷെ വലുത് തന്നെ ആയിരിക്കാം അവരെ സംബന്ധിച്ച്. നാളെ നമ്മളും ഇതുപോലുള്ള സാഹചര്യത്തിലെത്തുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാവും. അപ്പോൾ ഉമ്മയെ എപ്പോഴും പരിഗണിക്കാം. അപ്പം ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഉമ്മ അടുത്തുണ്ട് എന്ന് പറയുകയും ചെയ്യുക വേണമെങ്കിൽ. അമ്മ ഇവിടെ ഇരിക്കുന്നു, ചിലപ്പോൾ ഉമ്മയെ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഭർത്താവ്, പക്ഷെ എന്നാലും ഭാര്യയ്ക്ക് പറയാം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം വേണം എന്ന് വെച്ചാൽ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം എന്ന് ഭാര്യയും ചിന്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു തരത്തിൽ ഒരു ബോണ്ടിങ് വർദ്ധിപ്പിക്കാനായി സാധിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ഓക്കെ, ബൈ.